ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ജി പി ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ. ജി പി എ പി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ടൈം തരും. ഫസ്റ്റ് ടൈമിനോട് ഒരു സർട്ടൻ ടൈം ആഡ് ചെയ്ത് പോകും. അതാണ് എ പി. ജി പി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിനോട് ഒരു ടേം ഒരു ഫിക്സ്ഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അതാണ് ജി പി. 2 ആണെങ്കിൽ 2 × 5 10, 10 × 5 50, 50 × 5 250 ഇങ്ങനെ പോകും. കണ്ടോ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയി. മൾട്ടിപ്ലൈ ചെയ്ത 5നെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. കോമൺ റേഷ്യോ ആണെങ്കിൽ A1 A2 A3 ഇങ്ങനെ പോവുകയാണെങ്കിൽ A2/A1 ആണ് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ ഈസ് A2/A1. സെക്കൻഡ് ടൈമിന് ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ റേഷ്യോ കിട്ടും. ഓക്കെ, ഇവിടെ nth ടേം an ഈസ് AR/n-1 ആണ്. nth ടേം ആണെങ്കിൽ AR/n-1 ആണ്. ഇപ്പം ഇതിൻ്റെ ഫൈൻഡ് 12th ടേം ഒന്ന് കണ്ടു നോക്കാം. ഫൈൻഡ് 12th ടേം. വാട്ട് ഈസ് ദി 12th ടേം? ഹിയർ കോമൺ റേഷ്യോ ഈസ് വി നോ 10/2, that is 5. A is 2. an equals AR/n-1 is the formula. ഇതാണ് nth ടേം കാണാനുള്ള ഫോർമുല. We have to find the 12th term. Then A12 equals A. What is A? A is 2. 2 into what is R? R is 5. 5/n. 12th term കാണണം. 12 - 1. That is 2 into 5/11 ആണ് ഇതിൻ്റെ ആൻസർ. 5നെ 11 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ആൻസർ കിട്ടും. പക്ഷെ അത്രയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് 20th and nth term. 20th and nth terms of the GP. 5/2, 5/4, 5/8. 5/2, 5/4, 5/8. Find the 20th and nth term. Then first you find the common ratio R. R equals A2/A1. That is 5/4/5/2. That is 5/4 into reciprocal കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1/2 is common ratio. Common ratio R is 1/2. R equals 1/2. Then A equals 5/2. We have to find the 20th term. That is A20 or T20 എന്ന് എഴുതാം, A20 എന്ന് എഴുതാം. 20th term is A is 5/2. അപ്പോൾ nth ടൈം കാണാനുള്ള ഫോർമുല എഴുതാം. an equals AR/n-1. A is 5/2. Then R is 1/2n-1. That is 20 - 1. Okay, equals 5/2 into 1/2 എന്ന് പറയുമ്പോൾ 1/2⁻19. കണ്ടോ? 1/2⁻19. That is 5/2⁻1 into 2⁻19. പവർ ആഡ് ചെയ്താൽ മതി അല്ലേ? 2⁻1 into 2⁻19 is 2⁻1 + 19. That is 2⁻20. This is the 20th term of this AP. Then next find the nth term. nth term means an equals AR/n-1 ആണ്. A is here 5/2 and R is 1/2n-1. മനസ്സിലായോ? AR/n-1 ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് 5/2, R is 1/2n-1. nth ടൈം കാണുമ്പോൾ n-ന് വാല്യൂ എടുക്കാൻ പറ്റില്ല, n തന്നെ കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? 5/2 into 1/1n-1 is n-1. 2n-1 എഴുതാം. 2n-1 എന്ന് എഴുതാം. ദെൻ പവേഴ്സ് ആഡ് ചെയ്യാം അല്ലേ? ഇത് 1 ആണ്. അപ്പോൾ 2 പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 + n-1. ദാറ്റ് ഈസ് 5/2 1 -1 പോയി 2 പോയി 5/2n. ഇവിടെ വരുമ്പോഴാണ് പലർക്കും ഡൗട്ട് വരുന്നത്, ഇതെങ്ങനെ ചെയ്യുന്നത്. രണ്ടിൻ്റെയും ബേസ് 2 ആണ്. പവർ ഇവിടെ 1, ഇവിടെ n-1.
നമ്മളിത് മൾട്ടിപ്ലൈ ആണെങ്കിൽ പവറുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആണെങ്കിൽ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ബേസ് അവിടെ തന്നെ ഇടുക. എന്നിട്ടോ ആ പവേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ n + n - 1 ദാറ്റ് ഈസ് 1 - 1 അപ്പോൾ 0 ആയിപ്പോയി, n ഇവിടെയുണ്ട്. മനസ്സിലായി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന്. നമുക്കിവിടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി 12th ടേം ഓഫ് GP whose 8th ടേം ഈസ് 192 ആൻഡ് ദി കോമൺ റേഷ്യോ ഈസ് 2. ഫൈൻഡ് ദി 12th ടേം ഓഫ് GP. AR⁻12 - 1 ദാറ്റ് ഈസ് 11. AR⁻11 ആണ് കാണേണ്ടത്. അതാണ് നമുക്ക് കാണേണ്ടത്. വാട്ട് ഈസ് ഗിവൺ? 8th ടേം AR⁻n - 1 8 - 1 AR⁻7 is given, that is 192. Okay, 192. AR⁻11 ആണ് കാണേണ്ടത്. AR⁻7 is given. Okay, what is A? അറിയില്ല. A അറിയില്ല. What is R? Common ratio is 2. അതുണ്ട് ഓൾറെഡി. ഓക്കെ, ദേ R⁻7 മീൻസ് 2⁻7 ഈക്വൽസ് 192. ഇത് മനസ്സിലായില്ല എങ്ങനെയാണ്? 8th ടേം എന്ന് പറയുമ്പോൾ AR⁻8 - 1 ആണ്. ദാറ്റ് ഈസ് 192. ദാറ്റ് ഈസ് AR⁻7 ഈക്വൽസ് 192. ഓക്കെ, A അറിയില്ല. അപ്പോൾ A × 2⁻7 ഇവിടെ ഉണ്ട്. 2⁻7 ഈക്വൽസ് 192നെ ഫാക്ടറൈസ് ചെയ്യുന്ന എളുപ്പമാണ്. ഫാക്ടറൈസ് ചെയ്യാം നമുക്ക്. 2 ആകുമ്പോൾ 96, 2 ആകുമ്പോൾ 48, 2 ആകുമ്പോൾ 24, 2 ആകുമ്പോൾ 12, 2 ആകുമ്പോൾ 6, 2 ആകുമ്പോൾ 3. ഓക്കെ, 1 2 3 4 5 6. ഇപ്പോൾ 2⁻6 × 3 എന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് AR⁻11 ആണ് കാണേണ്ടത്. AR⁻11 ആണ് കാണേണ്ടത്. വാട്ട് ഈസ് AR⁻11? AR⁻11 ഈക്വൽസ് A × R ഈസ് 2. 2⁻11 ആണ് കാണേണ്ടത്. AR⁻2⁻11 ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എളുപ്പത്തിൽ ഞാൻ പറയട്ടെ. A × 2⁻7 ഇല്ലേ? 7 ഉണ്ട്. അപ്പോൾ AR⁻2⁻6 × 3. 2⁻7 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ലേ? ബൈ 2⁻7 കണ്ടോ? 2⁻6 × 3 ഇവിടെയുണ്ട്. 2⁻7 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ A ഈക്വൽസ് വാട്ട്? A ഈക്വൽസ് 2⁻6. 2⁻7 കട്ട് ചെയ്യുമ്പോൾ 2 ബാലൻസ് വരും അല്ലേ? 2⁻6ഉം 2⁻7 കട്ട് ചെയ്യും, മൈനസ് ചെയ്യണമെന്നല്ലേ? ഓക്കെ, ദെൻ 3/2 is the answer. A ഈക്വൽസ് 3/2. Then we have to find AR⁻11. AR⁻11 അതാണ് എന്ത്? 12th ടേം. A is A. R equals 2. A is what? A is 3/2. R equals 2. 2⁻11. ഓക്കെ, കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഈ 2ഉം ഈ 2⁻11 2 എടുത്ത് മാറ്റി എന്താണ്? 2⁻10. 3 × 2⁻10. 2⁻10 ചെയ്യാവോ? 2⁻10 എന്ന് പറയുന്ന വാട്ട്? ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. 3 × 2⁻10 2⁻2 × 2⁻4 ആയി. 2⁻2 × 2⁻6 ആയി. 2⁻4 എന്ന് എടുത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. 3 × 4 × 4 × 4 × 2⁻4 മീൻസ് 2⁻2 4 4 × 2 8 8 16. കിട്ടിയില്ലേ? ഓക്കെ, 16. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തേ. 4 × 4 16. 16 × 4 16 × 4 64 അല്ലേ? 64 × 3 12 ഈക്വൽസ് 192. ദാറ്റ് ഈസ് 192 × 16. എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. അത് പറയും 3072 ഈസ് ദി ആൻസർ. 3072 ഈസ് ദി ആൻസർ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത നല്ലൊരു രസമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കാം. ദി ഫിഫ്ത്ത് 8th 11th ടേംസ്
11th terms of GP are PQ and S respectively. Show that Q square equals PS എന്ന് ഷോ ചെയ്യണം. Q square equals PS അങ്ങനെ ഷോ ചെയ്യണം. The 5th, 8th, 11th terms of GP are PQ and S. ഷോ ദാറ്റ് Q square equals PS എന്ന് നമുക്ക് ഷോ ചെയ്യണം. എങ്ങനെ ചെയ്യാം? 5th ടേം എന്ന് പറയുന്നത് P ആണല്ലേ. 5th ടേം എന്ന് പറയുമ്പോൾ AR/5 - 4 ഈക്വൽസ് P. ഇത് ഇക്വേഷൻ ആണെന്ന് എടുക്കാം. 8th ടേം AR/8 - 7 ഈക്വൽസ് Q. ഇനി 11th ടേം AR/10 ഈക്വൽസ് S എടുക്കാം, Q. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? Q സ്ക്വയർ ഈക്വൽസ് PS ആണ്. PS കിട്ടുമ്പോൾ ഇതല്ലേ PS, പിയും എസ് PS. അപ്പോൾ 1 × 3 ഒന്ന് കണ്ടു നോക്കാം. അപ്പോഴല്ലേ PS എന്ന് കിട്ടുന്നത്, PS എന്നല്ലേ കിട്ടേണ്ടത്. നോക്കാം ഇവിടെ Q സ്ക്വയർ ആണെന്ന് നോക്കിയാൽ മതിയല്ലോ. മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ആണ്. A സ്ക്വയർ R/4 × R/, നമ്മൾ എഴുതി ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ. AR/4 × AR/10 ഈക്വൽസ് ഇവിടെ P ഉണ്ട് × S. ഓക്കെ അല്ലേ. A സ്ക്വയർ R/4 × R/10 R/11 ഈക്വൽസ് PS. ഓക്കെ, PS അല്ലേ. ഇവിടെ നോക്കിക്കേ, PS ആണ്. Q ഈക്വൽസ് PS എന്നല്ല, Q സ്ക്വയർ ഈക്വൽസ് PS എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ AR/7 എന്നുള്ള ഇവിടെ A സ്ക്വയർ ഉണ്ട്. അപ്പോൾ A സ്ക്വയർ അല്ലേ, A അവിടെ കിടക്കട്ടെ, A കിടക്കട്ടെ, R അവിടെ കിടക്കട്ടെ. ദി ഹോൾ റൈസ് ടു A സ്ക്വയർ ഇൻറ്റു AR/7 സ്ക്വയർ, അതായത് AR/14. R/14 എന്നുള്ള R/7 ദി ഹോൾ സ്ക്വയർ എഴുതാൻ പറഞ്ഞേ, ദാറ്റ് ഈസ് PS. 2 സ്ക്വയർ അല്ലേ, നമുക്ക് എന്ത് എഴുതാം? A × R7 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽസ് PS. ഓക്കെ, AR/7 മീൻസ് Q ആണ്. AR/7 എന്ന് പറഞ്ഞാൽ Q അല്ലേ, AR/7 Q. അപ്പോൾ Q സ്ക്വയർ ഈക്വൽസ് PS പ്രൂവ് ചെയ്തു. ഒന്നുകൂടെ പറയാം. ഈ 5th ടേം AR/4 P, 8th ടേം AR/7 Q, 11th ടേം AR/10 S. അത്ര മനസ്സിലായില്ലേ? തന്നിരിക്കുന്നത് അങ്ങ് എഴുതിയെന്നുള്ളൂ. 5th ടേം എഴുതിയപ്പോൾ AR/4 അതാണ് 5th ടേം കാണാനുള്ള ഫോർമുല, അത് P ആണ്. 8th ടേം കാണാനുള്ള AR/7 ആണ്, Q ആണത്. 11th ടേം കാണാനുള്ള ഫോർമുല AR/10 ആണ്, അത് S ആണ്. നമുക്ക് Q സ്ക്വയർ ഈക്വൽസ് PS എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. PS വേണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ കിട്ടുള്ളൂ. 1 × 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ 1 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AR/4 × AR/7 വെരി സോറി, AR/7 10 എഴുതിക്കണം. AR/7 സോറി ശരിയാണ്, AR/10 ഈക്വൽസ് P × PS. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A സ്ക്വയർ R/4 × R/10 R/14 പവേഴ്സ് കൂട്ടിയാൽ മതിയല്ലോ, ഈക്വൽസ് PS. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്തു. അപ്പോൾ A സ്ക്വയറിൻ്റെ റൂട്ട് A, അല്ലെങ്കിൽ A സ്ക്വയർ എന്ന് ഇവിടെ എഴുതി. R/14 എന്നുള്ള R/7 ദി ഹോൾ സ്ക്വയർ എന്ന് എടുത്തു. അപ്പോൾ A സ്ക്വയർ R/7 ദി ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ റൂട്ട് എടുക്കാം. അപ്പോൾ A × R/7 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2 സ്ക്വയർ × 3 സ്ക്വയർ എന്നുള്ള എങ്ങനെ എഴുതാം? 2 × 3 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, കുഴപ്പമില്ലല്ലോ ആ മെത്തേഡിൽ. A സ്ക്വയർ × R/7 സ്ക്വയർ എന്നുള്ള A എടുത്തു, റൂട്ട് R7 എടുത്തു, ഇതിൻ്റെ റൂട്ട്. എന്നിട്ട് സ്ക്വയർ കോമൺ ആണ്, സ്ക്വയർ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ AR/7 എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? AR/7 എന്ന് പറഞ്ഞാൽ Q ആണ്. അപ്പോൾ AR/7 എന്ന് പറഞ്ഞാൽ Q എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Q സ്ക്വയർ ഈക്വൽസ് PS. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്തു. സിമ്പിൾ അല്ലേ, വെരി സിമ്പിളാണത് അല്ലേ, സിമ്പിൾ അല്ലേ? യെസ് സിമ്പിളാണ്. ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി 4th ടേം of a GP is square of its second
term and the first term is minus 3. The fourth term of GP is square of its second term. Our full stop under. And the first term is 13. Minus 3. First term minus 3 ആണ്. Find seventh term. Find seventh term. ഇതാണ് question. Find the seventh term. ഇതാണ് question. Fourth term of GP square of the second term എന്ന് പറയുമ്പോൾ fourth term എന്ന് പറയുന്ന AR raised to fourth term 3. Fourth term എന്ന് പറയുന്ന square of second term എന്ന് പറയുമ്പോൾ AR raised to 2 minus 1 1 സ്ക്വയർ ആണ്. സ്ക്വയർ ഓഫ് ഇറ്റ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണ് ഫോർത്ത് ടേം. അപ്പോൾ കറക്റ്റ് ആയില്ലേ? ഫസ്റ്റ് ടേം ഈസ് minus 3 എന്ന് അത് നമുക്ക് നോക്കാം. അപ്പോൾ AR ക്യൂബ് ഈക്വൽസ് AR ദി ഹോൾ സ്ക്വയർ. അപ്പോൾ A സ്ക്വയർ R സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ എയും ഈ എയുടെ സ്ക്വയറും കട്ട് ചെയ്തു. ദെൻ R ക്യൂബ് ഈക്വൽസ് AR സ്ക്വയർ എന്ന് കിട്ടി. R ക്യൂബ് ഈക്വൽസ്, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം A ഈക്വൽസ് R ക്യൂബ് ബൈ R സ്ക്വയർ എന്ന് എഴുതാം. A എത്രയാണ്? -3 ആണല്ലേ. A ഈസ് -3. അപ്പോൾ -3 ഈക്വൽസ് R ക്യൂബ് ബൈ R സ്ക്വയർ എന്താണ്? R ഈക്വൽസ് -3 എന്ന് കിട്ടി. R ഈക്വൽസ് -3 എന്ന് കിട്ടി. A ഈക്വൽസോ? A ഈക്വൽസ് ആയത് -3. കണ്ടോ ഗുട്ടൻസ് കണ്ടോ അതിൻ്റെ? എന്താണ്? ഫോർത്ത് ടേം എന്ന് പറയുന്നത് AR ക്യൂബാണ്. അത് സെക്കൻഡ് ടേം AR ആണ്. AR റൈസ് ടു n - 1, AR റൈസ് ടു 2 - 1 AR. അതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയറാണ് ഫോർത്ത് ടേം. ഇങ്ങനെ എഴുതിയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് എഴുതി. അപ്പോൾ AR ക്യൂബ് ഈക്വൽസ് A സ്ക്വയർ R സ്ക്വയർ. ഈ എയും ഇവിടുത്തെ A സ്ക്വയറിൻ്റെ A ഇൻറ്റു A അല്ലേ A സ്ക്വയർ. അപ്പോൾ ഒരു A വെട്ടിപ്പോയി, ഇപ്പോൾ A ഉണ്ട്. ദെൻ R ക്യൂബ് ഈക്വൽസ് AR സ്ക്വയർ. ദാറ്റ് ഈസ് A ഈക്വൽസ് R ക്യൂബ് ബൈ R സ്ക്വയർ. R ക്യൂബ് ബൈ R സ്ക്വയർ ഈക്വൽസ് R. A ഈസ് -3. അപ്പോൾ -3യും A കിട്ടി, Aയും -3 കിട്ടി, R -3 കിട്ടി. നമുക്ക് ഫസ്റ്റ് ഇനി എന്താണ് കണ്ടേ? ഫൈൻഡ് സെവൻത്ത് ടേം. സെവൻത്ത് ടേം എന്ന് പറയുന്നത് A7 എന്ന് പറയുന്നത് AR റൈസ് ടു 7 - 1 ദാറ്റ് ഈസ് 6 ആണ് കാണേണ്ടത്. A ഈസ് -3 ഇൻറ്റു R ഈസ് -3 റൈസ് ടു 6. -3 റൈസ് ടു 6. അപ്പോൾ ആൻസർ എത്ര കിട്ടും? -3 റൈസ് ടു 6 എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടും? -3 ഇൻറ്റു -3 റൈസ് ടു 6 ഈക്വൽസ് -3 റൈസ് ടു 7. -3 റൈസ് ടു 7. ഈ പവർ കാണേണ്ടത് മൈനസിൻ്റെ പവർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസ് കിട്ടുള്ളൂ. ഈവൻ നമ്പറാണ് പ്ലസ് കിട്ടും, മൈനസ് കിട്ടി. ഇനി 3 7 ടൈംസ് മൾട്ടിപ്ലൈ ആണ്. 3 × 3 × 3 × 3 7 ടൈംസ് മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് 2187 എന്നാണ്. അത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. നിങ്ങൾ അതിന് പാടൊന്നുമില്ലല്ലോ. മനസ്സിലായോ? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടേം ഓഫ് ദി ജി പി തരാൻ പോവാണ്. GP 2√2 4 ഈസ് 128. 128 വിച്ച് ടേം ആണ് ഈ GPയുടെ? ഹിയർ A ഈക്വൽസ് 2 ആൻഡ് കോമൺ റേഷ്യോ ഈക്വൽസ് 2√2/2 അല്ലേ? A2 by A1. 2 × 2 കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് √2. R ഈക്വൽസ് √2 എന്ന് കിട്ടി. A ഈക്വൽസ് 2 എന്ന് കിട്ടി. വിച്ച് ടേം ഓഫ് GP ഈസ് 128 എന്നാണ്. അപ്പോൾ nth ടേം ആണ് 128 എന്ന് എടുക്കുകയാണ്. AR റൈസ് ടു n - 1 അത് nth ടേം 128 ഞാൻ എടുക്കുകയാണ്. AR റൈസ് ടു n - 1 ഈക്വൽസ് 128 ഞാൻ എടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ A എന്ന് പറയുന്നത് 2 ഇൻറ്റു R ഈക്വൽസ് √2 റൈസ് ടു n - 1 ഈക്വൽസ് 128 എന്നാണ്. ദാറ്റ് ഈസ് √2 റൈസ് ടു n - 1 ഈക്വൽസ് 128/2 ദാറ്റ് ഈസ് 64 ആണ്. √2 റൈസ് ടു n - 1 64 എന്നുള്ളത് ഞാൻ ഫാക്ടറൈസ് ചെയ്യുകയാണ്. 64 ഫാക്ടറൈസ് ചെയ്യുകയാണ്. 2 32 2 16 2 8 2 4 2 2 1 2 3 4 5 6 2 റൈസ് ടു 6 ആണ്.
2/6 എന്ന് പറയുമ്പോൾ റൂട്ട് 2/2 ഇത് 2/6 ആണ്. അപ്പോൾ റൂട്ട് 2/n-1. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഈസ് 2 അല്ലേ? റൂട്ട് 2നെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം. അപ്പോൾ 2/6 എന്ന് പറയുമ്പോൾ റൂട്ട് 2/2 എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, റൂട്ട് 2 കട്ട് ചെയ്ത് പോയി. n-1 ഈക്വൽസ് 12. ദെൻ ഈക്വൽസ് 12 + 1 ഈക്വൽസ് 30. സിമ്പിളായിട്ട് ചെയ്തു കണ്ടോ? n ഈക്വൽസ് 30. 13th ടേം ഈസ് 128 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഓക്കെ.